അമൽനാഥ് ചേരുന്നുണ്ട് നിലമ്പൂരിലെ വോട്ട് എടുപ്പ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട്. അമൽനാഥ്, രാവിലെ 7 മണി മുതൽ വലിയ നീണ്ട നിരയാണ് എല്ലാ പഞ്ചായത്തുകളിലെയും പോളിംഗ് ബൂത്തുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ 10 മണിയോടുകൂടി അതൊരു മന്ദഗതിയിലാകുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ആദ്യം കാലാവസ്ഥ, മഴ വലിയ രീതിയിൽ പല ബൂത്തുകളിലും പോളിംഗ് തടസ്സപ്പെടുത്തിയിരുന്നു. പിന്നീട് പോളിംഗ് വലിയ തരത്തിലേക്ക് മുന്നേറുകയുമായിരുന്നു. ഇപ്പോൾ എത്ര ശതമാനത്തോളം എത്തിയിട്ടുണ്ടോ നിലമ്പൂരിലെ പോളിംഗ്? അതോടൊപ്പം തന്നെ നിലവിൽ ആ പോളിംഗ് ബൂത്തുകളിലെ വോട്ടർമാരുടെ ഒരു നിര എങ്ങനെയുണ്ട്? എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, കഴിഞ്ഞ 21 ദിവസമായി നടന്ന ആവേശ പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇന്ന് രാവിലെ ആദ്യ മണിക്കൂറുകളിലുണ്ടായിരുന്നത് അത്ര ആവേശം നിറഞ്ഞ ഒരു വോട്ടെടുപ്പായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മഴ തന്നെയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. പക്ഷേ മഴ മൂലം ഇത്തരത്തിൽ ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുവാനുള്ള വലിയ പ്രയാസമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ മന്ദഗതിയിലായിരുന്നു ഇന്ന് വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ബൂത്തുകളും പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും 5 ബൂത്തുകളിലുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ 1-2 ബൂത്തുകളിൽ മാത്രമാണ് വലിയ തിരക്കുണ്ടായിരുന്നു. ബാക്കി 3 ബൂത്തുകളൊക്കെ തന്നെ വലിയ മന്ദഗതിയിലായിരുന്നു പോളിംഗ് പുരോഗമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 8-9 മണിയോടെ കൂടി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് വോട്ടർമാർ ഇത്തരത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പൊതുവേ നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ രാവിലോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ജോലി സംബന്ധവുമായൊക്കെ തന്നെ ഒരു 9 മണിയോടുകൂടി എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ തന്നെ രാവിലെ വന്ന് വോട്ട് ചെയ്യുകയാണ് പതിവ് ഉണ്ടാകാറ്. എന്നാൽ ഇത്തവണ മഴ കാരണം അത്തരത്തിൽ രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഏകദേശം ഒരു 9 മണിക്ക് ശേഷം മഴ മാറി നിന്നതോടുകൂടി ഇത്തരത്തിൽ തിരക്ക് വർദ്ധിക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. നിലവിലിപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പോളിംഗ് 32% മുകളിലേക്ക് പോയിട്ടുണ്ട്. 7 പഞ്ചായത്തുകളിലും ഒപ്പം തന്നെ നിലമ്പൂർ നഗരസഭയിലും പോളിംഗ് 32% പോയിരിക്കുകയാണ്. അത്തരത്തിൽ പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്, മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ നിലവിൽ ഇപ്പോൾ ഈ ബൂത്തുകളിലേക്ക് വോട്ടർമാരുടെ എണ്ണം വലിയ രീതിയിൽ കുറയുന്ന ഒരു കാഴ്ച കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വീണ്ടും മന്ദഗതിയിലേക്ക് ആ പോളിംഗ് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ പഞ്ചായത്തുകളിലെയും എല്ലാ ബൂത്തുകളിലെയും സാഹചര്യം നിലവിൽ ഇത്തരത്തിൽ തന്നെയാണ്. പക്ഷേ എല്ലാ മുന്നണികളും അവരുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്തു എന്ന് ഉറപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സ്ഥാനാർത്ഥികൾ ഓരോ ബൂത്തുകളിലേക്ക് എത്തുകയും സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എം സ്വരാജിൻ്റെ കൂടെ കുറച്ച് സമയം ഇത്തരത്തിൽ ആ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ ബൂത്തുകളിലേക്കും വലിയൊരു തിരക്ക് ആ ഒരു ഘട്ടങ്ങളിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു അരമണിക്കൂറായാണ് ഇത്തരത്തിൽ മഴ വരുന്നൊരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിൽ വോട്ടർമാരുടെ ഒരു കുറവ് വീണ്ടും ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഉച്ചയോടുകൂടി വീണ്ടും ഈ പോളിംഗ് ബൂത്തിലേക്ക് തിരക്ക് വർദ്ധിച്ചേക്കാം എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വീണ്ടും ഇത്തരത്തിൽ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ കൂടുതൽ വോട്ടർമാർ എത്തുകയും ചെയ്യും. അതേസമയം തന്നെ 2021 തിരഞ്ഞെടുപ്പിൽ 75% നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 71% ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും വലിയൊരു കുറവ്, അതായത് ഒരു 65% കുറവിലേക്ക്